ആമയിഴഞ്ചാൻ തോട്ടിൽ മാലിന്യം നീക്കം ചെയ്യാൻ ശ്രമിച്ച മാരായമുട്ടംകാരനായ ജോയിയുടെ മരണം അതിദാരുണമായിരുന്നു. കേരളത്തിലെ പലരും, ജനങ്ങളിൽ ഭൂരിപക്ഷം ആൾക്കാരും ഇതുപോലെ മാലിന്യം നീക്കം ചെയ്യുന്ന തൊഴിലാളികളുടെ ജീവിത കഥകളെപ്പറ്റിയൊന്നും വലിയ അറിവുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. തിരുവനന്തപുരം ജില്ലയിൽ മാത്രമല്ല, കോർപ്പറേഷൻ, കൊച്ചിൻ കോർപ്പറേഷൻ, കോഴിക്കോട് കോർപ്പറേഷനിലും ഒക്കെ നിരന്തരം ഇതുപോലെ മാലിന്യത്തിനകത്ത് ഇറങ്ങി നിന്ന് ജോലി ചെയ്യുന്ന വളരെയധികം ദിവസ വേതനക്കാരായ ജോലിക്കാരുണ്ട്. അതുപോലെയാണ് ഇവിടെ ഈ മാലിന്യ കൂമ്പാരത്തിലേക്ക് ഇറങ്ങി മറ്റ് 2-3 തൊഴിലാളികളും ചേർന്ന് വേസ്റ്റ് മാറ്റി വിടാൻ ശ്രമിച്ചത്. വെള്ളത്തിൻ്റെ ഒഴുക്ക് ഈ തോട്ടിലെ ഈ മാലിന്യത്തിൻ്റെ അവിടെ മാലിന്യം അടിഞ്ഞു നിൽക്കുന്ന തോട്ടിൽ വളരെ സുഗമമായിരുന്നില്ല. ആമയിഴഞ്ചാൻ തോട് തിരുവനന്തപുരം നഗരത്തിനകത്തൂടെ ഒഴുകുന്ന ഒരു ചെറിയ വേസ്റ്റ് ചേർന്ന് വരുന്ന ഒരു കൈത്തോടാണ്. അത് തിരുവനന്തപുരം വാട്ടർ ഹൗസ് സ്വിമ്മിംഗ് പൂളിൻ്റെ ആ ഭാഗത്തുനിന്ന് ഉത്ഭവിച്ച് അതവിടെ നിന്ന് ബേക്കറി ജംഗ്ഷനിൽ വന്ന്, ബേക്കറി ജംഗ്ഷനിൽ നിന്ന് ചെങ്കച്ചൂളയിൽ വന്ന്, ചെങ്കച്ചൂള വഴി KSRTC ബസ് സ്റ്റാൻഡിലേക്ക്, ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് വന്ന്, പഴയ ശ്രീകുമാർ തിയേറ്ററിൻ്റെ തൊട്ടിപ്പുറത്ത് അവിടുത്തെ റൗണ്ടിലുള്ള ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ അടിയിൽ കൂടെ റോഡ് ക്രോസ് ചെയ്ത് അവിടെ ഒരു കലുങ്ക് കാണാം നിങ്ങൾ പോകുമ്പോൾ. ആ കലുങ്കിൻ്റെ അടിയിൽ കൂടെ വന്ന് റെയിൽവേ പാളത്തിൻ്റെ അടിയിൽ കൂടെ, അതായത് RMS റെയിൽവേ പോസ്റ്റൽ വകുപ്പിൻ്റെ RMSൻ്റെ ആ ഭാഗത്തുനിന്ന് പോയി റെയിൽവേയുടെ അടിയിൽ കൂടെ തിരിഞ്ഞ് പവർ ഹൗസ് റോഡിലേക്ക് വന്ന്, പവർ ഹൗസ് റോഡിൽ നിന്ന് പുത്തരിക്കണ്ടം മൈതാനത്തിൻ്റെ സൈഡിൽ കൂടെ പഴയ അജന്ത തിയേറ്റർ, സെൻട്രൽ തിയേറ്ററിൻ്റെ ആ സൈഡിൽ കൂടെ ഒഴുകി തേങ്ങ ഉടയ്ക്കുന്ന പ്രശസ്തമായ നമ്മുടെ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടെ ഒഴുകി തകരപ്പമ്പ് റോഡിൽ കൂടെ പോയി ഓവർബ്രിഡ്ജിൻ്റെ സമീപത്ത് തന്നെ ആ വഴി പോയി അവിടെ ഉപ്പിലാമൂട് പാലത്തിൻ്റെ അടിയിൽ കൂടെ പോയി കോടതിയുടെ സൈഡിൽ കൂടെ വഞ്ചൂരിൽ കൂടെ വന്ന് ആ വഴി നേരെ പോയി കണ്ണമൂല വഴി അത് നമ്മുടെ കടലിലേക്ക് ചേരുന്ന ISROയുടെ സൈഡിലുള്ള ആ കുളത്തിൽ വന്ന് ചേരുകയാണ്. ഏകദേശം 12 കിലോമീറ്റർ നീളം. ഏകദേശം ചില സ്ഥലങ്ങളിൽ 10 അടിയും ചില താഴ്ചകളിൽ 16 അടിയും വരെ താഴ്ചയുണ്ട് ഈ മലിനജലം ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട്. ഇതിനകത്ത് ആകെ 150 മീറ്റർ കൂടുതൽ റെയിൽവേയുടെ അടിയിൽ കൂടെ ഈ മലിനജലം ഒഴുകുന്നില്ല. ഇവിടെ റെയിൽവേയും കോർപ്പറേഷനും തമ്മിലുള്ള വാക്കുതർക്കങ്ങളൊക്കെ പരസ്പരം പഴിചാരിയൊക്കെ കണ്ടു. ഇത് കോർപ്പറേഷൻ്റെ ലിമിറ്റിനകത്ത് തന്നെ ഉത്ഭവിച്ച് കോർപ്പറേഷൻ്റെ ലിമിറ്റിൻ്റെ അകത്ത് തന്നെ അവസാനിക്കുന്ന ആമയിഴഞ്ചാൻ തോട് 12 കിലോമീറ്ററിൽ ഏകദേശം 150 മീറ്റർ മാത്രമേ റെയിൽവേയുടെ അടിയിൽ കൂടെ പോകുന്നുള്ളൂ. അതുകൊണ്ട് ആ കുറ്റപ്പെടുത്തൽ വില പോകില്ല, അത് ശരിയുമല്ല. അതൊരു രാഷ്ട്രീയക്കാരുടെ പരസ്പരം പഴി എറിയുന്ന ചില നീക്കങ്ങളാണ്. അതിനെ നമുക്ക് വില കൊടുക്കാൻ കഴിയില്ല. ഈ ഭാഗത്ത് ആമയിഴഞ്ചാൻ തോടിൽ വന്ന് നിറയുന്ന വേസ്റ്റുകൾ മുഴുവൻ തിരുവനന്തപുരം സിറ്റിയിലെ ജനങ്ങൾ വലിച്ചെറിയുന്നതും മറ്റ് പല കെട്ടിടങ്ങളുടെയും ഹോട്ടലുകളുടെയും സൈഡിലുള്ള ചെറിയ ഓടകളിൽ വന്ന് ഓടകളിൽ കൂടെ ഒഴുകി ഈ ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് കോർപ്പറേഷൻ്റെ ഉത്തരവാദിത്തം തന്നെയാണ് ഇത്. അവിടെയാണ് ആ ഒഴുകുന്ന സ്ഥലത്ത് റെയിൽവേയുടെ ഭാഗത്തെ നീക്കം ചെയ്യാൻ അവർ ശ്രമിച്ചപ്പോൾ അവിടെയാണ് മാരായമുട്ടത്തുള്ള ജോയി എന്ന 45 വയസ്സുകാരൻ, അവിവാഹിതനായ ജോയി, ആ മലിനജലത്തിൻ്റെ ഒഴുക്ക് പെട്ടെന്നുണ്ടായ മഴയിൽ അതിശക്തമായി വെള്ളം ഒഴുകി ആമയിഴഞ്ചാൻ്റെ കൂടെ വന്ന് അവിടെ കൂടെ ഉണ്ടായിരുന്നവർ പറഞ്ഞ് കയറിപ്പോകാമെന്ന് പറഞ്ഞിട്ട് ജോലിയോടുള്ള ആ ഒരു കൂറും അതുപോലെ തന്നെ ദിവസവേതനക്കാരനാണ്, 1500 രൂപ കിട്ടും ഈ മലിനജലത്തിൽ
സർവ്വരോഗങ്ങളും തൻ്റെ ദേഹത്തേക്ക് പടരുമെങ്കിലും 1500 രൂപ കിട്ടുന്ന ഓർത്ത് തൻ്റെ അമ്മയും സംരക്ഷിക്കേണ്ട ചുമതലയുള്ള ഉത്തരവാദിത്വ ബോധമുള്ള, അതാണ് കൂലിപ്പണി ചെയ്ത് ഉപജീവനം നടത്തുന്ന വ്യക്തി തന്നെയാണ്. ആരുടെയും പണം വെട്ടിക്കാനോ തട്ടിക്കാനോ ഒന്നും ജോയി പോകാത്ത വ്യക്തിത്വമുള്ള ഒരാൾ തന്നെയാണ്. ആ അമ്മ അവർ താമസിക്കുന്ന വീട് നമ്മൾ കണ്ടല്ലോ. അത് ഒറ്റ മുറിയിലുള്ള ഹോളോ ബ്രിക്സ് അടച്ചു കെട്ടിയ ഷീറ്റിട്ട ഒരു ചെറിയ വീടാണ്. ആ വീട്ടിലേക്ക് പ്രത്യേക വഴിയൊന്നുമില്ല. അത് ആ മാരായമുട്ടത്ത് വടകര എന്ന് പറഞ്ഞ ആ സ്ഥലത്ത് ചില പറമ്പിലും കൂടെ കുന്നിൻ്റെ മുകളിൽ കൂടെ ഇറങ്ങി പാറക്കെട്ട് തെന്നിക്കിടക്കുന്ന പാറക്കെട്ടിൽ കൂടെ ഇറങ്ങി നടന്ന് വേണം അമ്മയ്ക്കും മകനും ആ ഒരു ചെറ്റ വീട്ടിൽ ചെന്ന് ചേരാൻ. എത്രയോ കോടി രൂപ നമ്മളിപ്പം മുടക്കി ഈ വേസ്റ്റ് എടുത്ത് മാറ്റാനും അവിടെ പല ഏജൻസികളിൽ വരാനും പോകാനും, പോലീസ് ഉൾപ്പെടെ, ഫയർഫോഴ്സ്, പോലീസ്, കോർപ്പറേഷൻ്റെ അധികൃതർ, അതുപോലെ റെയിൽവേ എല്ലാം കോടിക്കണക്കിന് രൂപ ആ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ചെലവാക്കിയെങ്കിലും അദ്ദേഹത്തിനെ നഷ്ടപ്പെട്ടു. നമുക്ക് ആ കുടുംബം അനാഥരായി. അമ്മ മാത്രമേ ഉള്ളൂ. ഇവിടെ ധാരാളം ഈ സേവനത്തിന് വേണ്ടി നടക്കുന്ന സംഘടനകളുണ്ട്. കോർപ്പറേഷന്, അതുപോലെ ഗവൺമെൻറ്റും റെയിൽവേയും ചേർന്ന് ആ അമ്മയെ അവിടെ നിന്നൊന്നും മാറ്റി ആ പാറക്കെട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വീഴാതെ ആ സ്ഥലത്തുനിന്ന് മാറ്റി വേറെ എവിടെയെങ്കിലും ആ വഴി സൗകര്യമുള്ള ഒരു സ്ഥലത്ത് ഒരു 3 സെൻറ്റ് വിശലിൽ ഒരു വീടുണ്ടാക്കി കൊടുക്കാനാണ് ശ്രമിക്കേണ്ടത്. അത് എത്രയും പെട്ടെന്ന് 1, 2, 3 മാസത്തിനകം അത് ചെയ്യണം. അതിനുള്ള കപ്പാസിറ്റി ഈ ഇവിടെ വന്നിരിക്കുന്ന ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഉണ്ട്. അവരുടെ ചെറിയ പണം മതി. നമുക്ക് അടിയന്തരമായി ആ ജോയിയോട് നിങ്ങൾ ഇഷ്ടപ്പെടുന്നെങ്കിൽ, സ്നേഹിക്കുന്നെങ്കിൽ, ആ കുടുംബത്തെ സ്നേഹിക്കുന്നെങ്കിൽ അടിയന്തരമായിട്ട് ഇത് ചെയ്യണം. അതാണ് ഇനി ചെയ്യാനുള്ള ഏക പ്രവൃത്തി. ആ ജോയി എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ആ ആമേഴെല്ലാം തോട്ടിലെ ചെളിക്കകത്ത് ഇറങ്ങി നിന്ന് അപ്പോൾ ഉണ്ടായ ഒഴുക്കിൽ, പെട്ടെന്നുണ്ടായ മഴയിൽ ആ ഒഴുക്കിനകത്ത് കലുങ്കിനടിയിലേക്ക് ഒഴുകിപ്പോകുന്ന കണ്ടു നിന്ന 2 കൂടെ പണിയുന്നവരെ ഹൃദയം തകർന്ന് അവർ കയറിട്ട് കൊടുത്ത് നോക്കി, രക്ഷപ്പെടാൻ എടുത്താനും നടന്നില്ല. ആ ശ്വാസം മുട്ടി ആ ചെളിക്കകത്ത് ആ ജോയി എന്ന ആ മനുഷ്യപുത്രൻ അവിടെ ശ്വാസം മുട്ടി വേപ്രാളപ്പെട്ട് ആ കലുങ്കിനടിയിലെ ചെളിക്കുണ്ടിൽ താഴ്ന്നു എന്നതാണ് വസ്തുത. എത്ര വേദനയെ പിടിവിട്ടുപോയി. തനിക്ക് കാര്യങ്ങൾ തൻ്റെ കൺട്രോളിൽ നിൽക്കുന്നില്ല, തൻ്റെ ബോഡിയുടെ കൺട്രോളിൽ നിൽക്കുന്നില്ല എന്ന ഒഴുക്കിനകത്ത് പെട്ട് തന്നെ കലുങ്കിനടിയിലേക്ക് വലിച്ചെടുക്കുന്ന നിമിഷം, അത് വേദനയുടെ, അങ്കലാപ്പിൻ്റെ, ഭീതിയുടെ ഒരു നിമിഷം തന്നെയാണ്. താൻ മരണത്തിലേക്ക് സഞ്ചരിക്കുന്നു എന്ന് ജോയിക്ക് തോന്നിയിട്ടുണ്ടാവും. തൻ്റെ ദൃഢനിശ്ചയമുള്ള കോൺഫിഡൻസ് എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് ജോയിക്ക് ഒരു നിമിഷം ചിന്തിച്ച് ശ്വാസം മുട്ടി ആ ചെളിയിലും മാലിന്യത്തിനും കൂമാരത്തിനും ഇടയ്ക്ക് പൊതഞ്ഞു. ഞാൻ തിരുവനന്തപുരത്ത് 80 കാലഘട്ടത്തിലെ 79 കാലത്തെ മ്യൂസിയം സബ് ഇൻസ്പെക്ടറായിരുന്ന കാലത്ത് തിരുവനന്തപുരത്ത് വെള്ളം പൊങ്ങി. ഞാൻ തിരുവനന്തപുരത്തെ സ്വിമ്മിംഗ് റെക്കോർഡിൻ്റെ ഹോൾഡറായതുകൊണ്ട്, ഇന്ത്യൻ സ്വിമ്മിംഗ് ടീമിൽ ഒരു വർഷം ഉണ്ടായിരുന്നതുകൊണ്ട്, തിരുവനന്തപുരം നഗരത്തിലെ 10-16 പോലീസ് സ്റ്റേഷനിലെല്ലാം വർക്ക് ചെയ്തതുകൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കും പായ്ച്ചിലും മലിനജലം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളും തിരുവനന്തപുരത്ത് നഗരത്തിൽ കൂടെ കടന്നു പോകുന്ന കരമനയാറും കിള്ളിയാറും പാർവതിപുത്തനാറും അതുപോലെ തന്നെ ഇപ്പോഴത്തെ ജോയി അപകടപ്പെട്ട ആ മലിന പദാർത്ഥങ്ങൾ മാത്രം ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോടുമൊക്കെ എനിക്ക് സുപരിചിതമാണ്. അന്ന് ഓമനക്കുഞ്ഞമ്മ എന്ന IAS കാരിയായിരുന്നു തിരുവനന്തപുരം കളക്ടർ. അന്ന് മന്ത്രിയായിരുന്ന ബേബി ജോൺ ആയിരുന്നു. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്ക ബാധിതമായി. അത്തരം വെള്ളപ്പൊക്കം പിന്നെ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല. അത് ജഗതി വെള്ളത്തിനടിയിലായി, പൂജപ്പുര ജയിലിൻ്റെ പിൻവശം മുഴുവൻ വെള്ളത്തിനടിയിലായി, എടപ്പഴിഞ്ഞ് വെള്ളത്തിനടിയിലായി. അതുപോലെ കരമന കിള്ളിയാറ് നടന്ന് പാലത്തെ മുട്ടി. കരമനയിലെ ആ NSS കോളേജും ആ റോഡ് മുഴുവൻ വെള്ളത്തിനടിയിലായി. എല്ലാവരും 2ാം നിലയിലും 3ാം നിലയിലും നിൽക്കുന്നു.
പലരും ആ NSS കോളേജിലെ പെൺകുട്ടികൾ എല്ലാവരും 2ാം നിലയിലും 3ാം നിലയിലും കിടന്നു, അവിടെ നിന്നു, നിലവിളിച്ചു, പട്ടിണിയായി. ഏതായാലും ഞാൻ എൻ്റെ നേതൃത്വത്തിൽ അന്നത്തെ പോലീസിലുണ്ടായിരുന്ന സ്വിമ്മിംഗ് ടീമിലുള്ള എല്ലാവരും കൂടി ഞങ്ങളെല്ലാവരും പല വള്ളങ്ങളിലും ചെറിയ ബോട്ടിലുമൊക്കെയായി പലരെയും രക്ഷപ്പെടുത്തി. എടപ്പഴഞ്ഞിലുള്ള വീടിൻ്റെ മുകളിലൊക്കെ പലരും കയറിയിരുന്നു. ഓലപ്പരയുടെ മുകളിലാണ് ഇരുന്നത്. അവിടെ അവരുടെ ഒപ്പം അവരുടെ പട്ടിയും അവരുടെ കോഴികളും അതുപോലെ ചില പാമ്പുകളൊക്കെ പെരപ്പുറത്ത് ഡെസ്പറേറ്റായിട്ട് ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ പലരെയും രക്ഷപ്പെടുത്തി. എൻ്റെ കൂടെയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കരമനയിലെ NSS കോളേജിൽ പോകുന്ന ആ പാലത്തിൻ്റെ ഇടച്ചുഴിക്കകത്ത് പെട്ടും അയാൾ മരണമടഞ്ഞു. 3 പേര് അന്ന് മരണപ്പെട്ടു. അതിൽ ഒരാളുടെ മൃതദേഹം ആമയിഴഞ്ചാൻ തോട്ടിൽ പോയിട്ട് അത് പൊങ്ങിയത് കണ്ണമൂല ബ്രിഡ്ജിൻ്റെ അവിടെയാണ്. ആമയിഴഞ്ചാൻ തോട്ടിൽ നമുക്കറിയാം തുടങ്ങുന്നിടത്ത് 2-3 അടി താഴ്ച വന്ന ക്രമേണ ആ തോടിൻ്റെ വീതി കൂടി അല്ലെങ്കിൽ ആഴം വർദ്ധിച്ച് 16 റെയിൽവേയുടെ അടി വരുമ്പം 16 അടിയോളം താഴ്ചയുണ്ട്. അതിന് അതിശക്തമായി ഒഴുകുന്ന മലിനജലങ്ങളും അതിൻ്റെ വേസ്റ്റുകളും ആ വഴി കണ്ണമൂല വഴി അങ്ങ് പോകും. അന്ന് കണ്ണമൂലയിൽ നിന്ന് 1-2 മൃതദേഹങ്ങൾ കിട്ടി. വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പം ആമയിഴഞ്ചാൻ തോട്ടി വീണതാണ്. അതുപോലെ തന്നെ എടപ്പഴഞ്ഞിയിൽ 1-2 പേര് അന്ന് മരണമടഞ്ഞു. ഇതിന് എല്ലാം നേതൃത്വം കൊടുത്തിരുന്ന അന്നത്തെ ഈ ഓപ്പറേഷൻ്റെ നേതൃത്വം കൊടുത്ത ഞാൻ തന്നെയായിരുന്നു. 3-4 ദിവസം ഉറങ്ങാതെ അന്ന് തിരുവനന്തപുരം നഗരത്തിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ എവിടെയൊക്കെ വെള്ളം കയറും, ഒറ്റ മഴയ്ക്ക് എവിടെയൊക്കെ കയറുമെന്ന് ഇപ്പോൾ എനിക്ക് നല്ല നിശ്ചയമുണ്ട്. നമുക്ക് പട്ടം പ്ലാമൂട് വരെ ആ റോഡ് ക്രോസ് ചെയ്ത് അന്ന് വെള്ളമുണ്ടായിരുന്നു. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് പൊങ്ങുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം നഗരം പൊതുവേ. അത് മനസ്സിലാക്കിയത് കൊണ്ട് ആ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ എല്ലാവരും പലരും അവിടെ എല്ലാം മണ്ണിട്ട് നികത്തി അവിടെ വീട് വെച്ചു. എല്ലാ വീടുകളിലും വെള്ളം കയറും, എല്ലാ കോളനികളിലും വെള്ളം കയറും. അതിനൊന്നും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു നാശത്തിലേക്കാണ് ഈ വേസ്റ്റുകൾ. കാരണം ഇവിടുത്തെ ജനങ്ങൾ തള്ളിവിടുന്ന അവരുടെ വേസ്റ്റുകൾ മുഴുവൻ്റെ കണക്ക് നമ്മൾ നോക്കിയാൽ അന്തം വിട്ടുപോകും. ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായ തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിലെ നമുക്കറിയാം തിരുവനന്തപുരം നഗരത്തിലെ ട്രെയിൻ കയറി നമ്മളെല്ലാവരും യാത്ര ചെയ്യുന്നുണ്ട്. ആ പ്ലാറ്റ്ഫോം അതിൻ്റെ ചുറ്റും ആ ഏരിയയിൽ 10-18-20ഓളം ട്രാക്കുകളുണ്ട്. ആ 20 ട്രാക്കിൽ കിടക്കുന്ന ട്രെയിനുകൾ നമുക്കറിയാം. അവിടെ ഒരു ദിവസം ഏകദേശം 1700 കിലോ ശുചിമുറിയിൽ നിന്ന് വരുന്ന വേസ്റ്റുകളുണ്ട് ഒരു ദിവസം. ആ വഴി എത്ര പേരാണ് ഒരു ദിവസം അവിടുന്ന് ട്രെയിൻ കയറുന്നത്? എല്ലാവരും ട്രെയിനിലെ ബാത്റൂമും ലാബറട്ടറിയൊക്കെ ഉപയോഗിക്കും. 1700 കിലോയോളം ശുചിമുറി വേസ്റ്റുകൾ അവിടെ ഉണ്ടാകുന്ന ഒരു ദിവസം. ഏകദേശം 600-700 കിലോ വേസ്റ്റ് പേപ്പറും പ്ലാസ്റ്റിക്കും വേസ്റ്റുകൾ ഒരു ദിവസം ഉണ്ടാകുന്നുണ്ട്. ഇത് റെയിൽവേ തന്നെ അവർ നീക്കം ചെയ്യുന്നുണ്ട്, കുറേ അവർ നടത്തുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തായാലും കോർപ്പറേഷൻ്റെ ഈ തോട്ടിക്കൂടെ ഒഴുകുന്ന ഈ മലിനജലം അത് തീർച്ചയായിട്ടും ഒരു 150 മീറ്റർ മാത്രമേ ആ റെയിൽവേ ഡിവിഷൻ്റെ അടിയിൽ കൂടെ പോകുന്നുള്ളെങ്കിൽ അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. അത് പലരും അവരെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. കാരണം അത് വരുന്നത് ഈ കോർപ്പറേഷൻ്റെ ഏരിയയിൽ കൂടെ വരുന്ന വേസ്റ്റ് അവരുടെ അവിടെ 150 മീറ്ററോളം അടിയിൽ കൂടെ പോകുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവരെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല, അതൊരു നല്ല നീക്കമല്ല. അതുകൊണ്ട് അവരുടെ സഹകരണം കിട്ടും, അവരുടെ ഫണ്ട് കിട്ടായിരിക്കാം. അതൊക്കെ അവരുമായിട്ട് ഹയർ ലെവലിൽ സംസാരിച്ച് തീർക്കേണ്ട പ്രശ്നങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പം ജനങ്ങളവിടെ കൂടി, മേയർ കൂടി, അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ വന്നു, അല്ലെ മന്ത്രി വന്നു, ആര് വന്നിട്ടെന്നും അവിടെ കിടന്ന് ഇവരോട് സഹാനുഭൂതി ആ ജോയിയോടും ജോയിയുടെ കുടുംബക്കാരോടും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവരവർ ചെയ്യേണ്ട കടമകൾ അവർ ചെയ്യുന്നില്ല എന്നാണ്. മേയറും ട്രിവാൻഡ്രം കോർപ്പറേഷനും എന്താണ് ചെയ്യേണ്ടത്? മാലിന്യം നീക്കം ചെയ്തേ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഈ വെള്ളം ഒഴുകിപ്പോകുന്ന ഇതുപോലെയുള്ള കൈത്തോടുകളിലെ മാലിന്യങ്ങളും തീർച്ചയായിട്ടും. കരയിൽ മുഴുവൻ മാലിന്യങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. അത് നമുക്കറിയാം. അത് വെട്ടിമൂടാനുള്ള സ്ഥലങ്ങൾ തിരുവനന്തപുരം നഗരത്തിൽ കുറവ്. മല പോലെ കുന്നുപോലെ പല സ്ഥലത്തും വേസ്റ്റുകൾ കൂടി അവിടെ ധാരാളം അവിടെ നിന്ന് ഡെങ്കിപ്പനി, അതുപോലെ ആ ഏരിയയിൽ ധാരാളം എലിയുടെ ശല്യവും, അതുപോലെ തന്നെ കൊതുകിൻ്റെ ശല്യവും, അതുപോലെ ശാനന്മാർ ധാരാളം അവിടെ വരുന്നുണ്ട്, അവരുടെ സങ്കേതം. അതുപോലെ തന്നെ ചെറിയ ചെറിയ ജീവികൾ, മനുഷ്യന് ശല്യം ചെയ്യുന്ന ജീവികളിലെയൊക്കെ കൂമ്പാരം നമുക്ക് ഈ കൂമ്പാരത്തിനകത്ത് കാണാം.
എന്ത് വന്നാലും ശരി തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹെൽത്തിനെ, നഗരവാസികളുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു. അതിൽ നിന്നൊരു മോചനം ഉണ്ടാകുമെന്ന് എനിക്കൊന്നുമില്ല. എത്ര കോടി രൂപ ചിലവാക്കിയാൽ അതിൽ നിന്നും ഉണ്ടാകുന്നതല്ല. കഴിഞ്ഞ 10-12 വർഷം കൊണ്ട് ഏകദേശം 13 കോടി രൂപ ഈ വേസ്റ്റ് വാരുന്നതിന് കോർപ്പറേഷൻ ചിലവാക്കിയെന്നാണ് പറയുന്നത്. ഏതായാലും എന്ത് പറഞ്ഞാലും ശരി, ഈ മലിനജലം ഒഴുകുന്ന ഈ തോടെങ്കിലും ആ വെള്ളം ഒഴുകി യഥേഷ്ടം പുറത്തു പോയെങ്കിൽ മാത്രമേ ഈ തിരുവനന്തപുരം നഗരത്തിലെ ഈ വെള്ളപ്പൊക്കം കുറയാനും അതുപോലെ തന്നെ പകുതി പ്രശ്നങ്ങൾ ഒഴിവാകാനും സാധിക്കുകയുള്ളൂ. ആമേഴഞ്ചാം തോടിലും പാർവതി പുത്തനാറും റോഡുകളും അതുപോലെ കരമനയുടെ പോഷക നദിയായ കിള്ളിയാറും അതൊക്കെ അതിൻ്റെ സൈഡുകളെല്ലാം തീർച്ചയായിട്ടും എല്ലാം നമ്മൾ കരമനയാറ്റിൽ ഇറങ്ങി നോക്കിക്കോളൂ. ആ സൈഡിലും ഉള്ള മരങ്ങളുടെ ചോട്ടിലും വേരുകളിലൊക്കെ വേസ്റ്റുകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക. അതിനൊന്നും ഒരു പ്രതിവിധി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ വേസ്റ്റ് കോർപ്പറേഷൻ കൊണ്ടുപോയി മറവ് ചെയ്യാനുള്ള സംവിധാനമില്ല എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനമാണ് നടക്കേണ്ടത്. ഏതായാലും ജോയിയുടെ മരണത്തിനകത്ത് തീർച്ചയായിട്ടും ഒരു കുറ്റകരമായ വീഴ്ച ഇതിനകത്ത് കോർപ്പറേഷൻ അധികൃതരും സെക്രട്ടറിക്കും മേയർക്കും ഉണ്ടായിട്ടുണ്ട്. അത് ഇന്ത്യൻ പീനൽ കോഡ് അനുസരിച്ച് 166 അല്ലെങ്കിൽ VNS ഇപ്പോൾ അറിയാം, നമുക്ക് പുതിയ നിയമം വന്നിട്ടുണ്ട്. VNS അനുസരിച്ച് 198, 199, 201 പ്രകാരം കുറ്റകരമാണ്. പബ്ലിക് സെർവൻറ്റ് ഫ്രെയിമിങ് ഇൻകറക്റ്റ് ഡോക്യുമെൻ്റ് വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് ഇഞ്ചുറിയാണത്. അതുപോലെ തന്നെ പബ്ലിക് സെർവൻറ്റ് ഡിസോബേയിങ് ലോ വിത്ത് ഇൻറ്റൻറ്റ് ടു കോസ് ഇഞ്ചുറി ടു എനി പേഴ്സൺ. അതുപോലെ പബ്ലിക് സെർവൻറ്റ് ഡിസോബേയിങ് ഡയറക്ഷൻ അണ്ടർ ലോ, ഇതൊക്കെ ഇവർക്ക് ബാധകമാണ്. റാഷ് ആൻഡ് നെഗ്ലിജൻ്റാണ് അവരുടെ പ്രവൃത്തി എങ്കിൽ 304 IPC പ്രകാരമുള്ള 304A IPC പ്രകാരമോ 304 IPC പ്രകാരമോ കുറ്റം അവർ ചെയ്തിരിക്കുന്നു. ഏതായാലും പ്രോസിക്യൂഷൻ നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും. കാരണം കോർപ്പറേഷൻ മേയറാണ് അല്ലെങ്കിൽ കോർപ്പറേഷൻ സെക്രട്ടറിയാണ് എന്ന് പത്രാസി ഇരിക്കുന്നതല്ല, പ്രാഥമികമായ മനുഷ്യൻ്റെ അവരുടെ ആരോഗ്യപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ആണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഒരു കോർപ്പറേഷനിൽ തീർച്ചയായിട്ടും അവിടുത്തെ ജീവനക്കാർ വർഷങ്ങളായിട്ട് അവിടെ തന്നെ ചടഞ്ഞു കൂടുന്നു. 3 വർഷം കഴിയുമ്പം ഇവിടുത്തെ ജീവനക്കാരെ മാറ്റുക. കേരളത്തിലെ എറണാകുളം, കോഴിക്കോട് ഇങ്ങനെയുള്ള പഞ്ചായത്തുകൾ സ്ഥിരമായി അടിഞ്ഞുകൂടിയിരിക്കുന്ന ഇത്തരം ജീവനക്കാരെ തീർച്ചയായിട്ടും മാറ്റിവിടണം. കാരണം അവർക്കൊക്കെ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അത് തന്നെയല്ല, ഒരേ പാർട്ടി തന്നെ ഒരു കോർപ്പറേഷനെ ഭരിച്ചുകൊണ്ടിരുന്നാൽ ആ പാർട്ടിയുടെ സ്ഥാപിതമായ താല്പര്യങ്ങൾ അവർ പ്രയോഗിക്കുമ്പം ഇതുപോലെയുള്ള അനിഷ്ട സംഭവങ്ങളും ഇതുപോലെയുള്ള മരണങ്ങളും ഒക്കെ ഉണ്ടാവും. എന്തായാലും ഇപ്പോഴത്തെ ഈ ജോയിയുടെ മരണം ഒരാളുടെ ജീവൻ കളഞ്ഞപ്പോഴാണ് നമ്മളെല്ലാവരും ഉണർന്നത്. എന്താണ് ഇവിടുത്തെ മാലിന്യ പ്രശ്നം എന്ന് അറിഞ്ഞത്. ആ മാലിന്യത്തിന് ഇറങ്ങി ജോലി ചെയ്യുന്ന മനുഷ്യജീവികളെ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് സർക്കാർ അടിയന്തരമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിട്ട് ഈ മാലിന്യം ഒഴുകുന്ന നമ്മുടെ കൈത്തോടുകളും എല്ലാം വൃത്തിയാക്കേണ്ട പ്രാഥമിക ചുമതല കോർപ്പറേഷനുള്ളതാണ്. അതിന് ആവശ്യം പോലെ ഫണ്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഫണ്ട് കൊടുക്കുന്നതും ചിലവാകുന്നതും ഒന്നും ഇവിടെ ബാധിക്കുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ആ പൊതുപ്രവർത്തകരും രാഷ്ട്രീയക്കാരും സർക്കാർ ജീവനക്കാരും എല്ലാവരും ഇത് സടകുഴഞ്ഞെഴുന്നേക്കണം. മറ്റൊരു കാര്യം, ഈ മാലിന്യ നദിയിലെ അല്ലെങ്കിൽ തോടിലെ ഇറങ്ങി നിന്ന ഇവിടുത്തെ ഫയർഫോഴ്സിൻ്റെ എല്ലാ അംഗങ്ങളെയും അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. അവരുടെ സ്കൂബ ഡൈവിംഗ് ടീമുണ്ട്, അവരുടെ പ്രവർത്തനം ശ്ലാഘിച്ചേ പറ്റുള്ളൂ. ആ ജീവനക്കാർ പലരും അവരുടെ ജീവൻ തന്നെ അപകടപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ആ കലുങ്കിൻ്റെ അടിയിൽ കൂടെ പോയത്. അവർ ആ മലിനജലത്തിൽ ഇറങ്ങുന്ന സർവ്വസാംക്രമിക രോഗങ്ങളും അവരുടെ ദേഹത്തേക്ക് കടന്നു കയറിയിട്ടുണ്ടാവും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അതുപോലെ തന്നെ അവരെ കോർപ്പറേഷൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഫയർഫോഴ്സിൻ്റെ അവരുടെ സ്കൂബ ടീമിൻ്റെ ഒപ്പം ഇവിടെ റോബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. IT പ്രൊഫഷണൽസ് വളരെ നല്ല കാര്യമാണ് അവർ ചെയ്തത്. നമ്മളൊക്കെ വിദേശ രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല കപ്പലുകളിൽ അല്ലെങ്കിൽ പല ഫോഴ്സിൽ പല പവർഫുള്ളായ നേഷൻ്റെ അവരുടെ കപ്പലുകളിൽ നിന്നും കടലിൽ ഇറങ്ങുന്ന സ്കൂബ ഡ്രൈവേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ കേരളത്തിലെ ആധുനികമായ ആ സ്കൂബ ഡൈവേഴ്സ് മാത്രമല്ല, അതിന് റോബോട്ടുകൾ ഇവിടുത്തെ കുട്ടികൾ ഉണ്ടാക്കി ഇവിടെ പ്രവർത്തിച്ച് കാണിച്ചു. അവരുടെ നീക്കം ശ്ലാഘനീയമാണ്. അത് നമ്മൾക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. ഒന്നുകൂടെ പറയാനുള്ളത്,
കേരളത്തിലെ ഇപ്പോൾ ഈ മലിനജലം ഒഴുകുന്ന അതിനകത്ത് തുരങ്കത്തിനകത്ത് അകപ്പെട്ടവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമം മലയാളികളുടെ എല്ലാ ഏജൻസികളുടെയും ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനത്തെ ശ്ലാഘിക്കുന്നു. അതേ സമയത്ത് അവിടെ ആധുനിക സാങ്കേതിക വിദ്യകൾ പലതും അവർ കൊണ്ടുവന്നിരിക്കുന്നു. അത് നല്ല കാര്യം തന്നെയാണ്. ഇനി ഏറ്റവും അടിയന്തരമായിട്ട് ഫയർഫോഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ റോബോട്ടുകൾ സൃഷ്ടിച്ച ആ കുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് 40 നില വരെ കേരളത്തിലെ ഫ്ലാറ്റുകളുണ്ട്. ഫ്ലാറ്റിൻ്റെ മുകളിൽ തീ പിടിച്ചാൽ അവിടേക്ക് നമ്മൾ ആളെ രക്ഷപ്പെടുത്താനൊന്നും ഉള്ള സംവിധാനം ഫയർഫോഴ്സിനില്ല. ഇവിടെ JCB പോലെയുള്ള സാധനങ്ങൾ, അല്ലെങ്കിൽ JCBയുടെ ഒരു 10-30 അടി ഉയരത്തിൽ വരെ പോയുള്ളവരെ രക്ഷിക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഈ റോബോട്ട് സൃഷ്ടിച്ച കുട്ടികളെ തന്നെ ഉപയോഗിച്ചിട്ട് ഫയർഫോഴ്സ് തീർച്ചയായിട്ടും 40 നിലയിലുള്ള കെട്ടിടങ്ങളുടെ മുകളിലെ ടെറസിൽ എത്തത്തക്ക രീതിയിലുള്ള സാങ്കേതിക വിദ്യകളെ അവരെ കൊണ്ട് ഏണി പോലെയോ അല്ലെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് JCBയുടെ മുകളിൽ കെട്ടിപ്പടുത്ത് അത്ര ഉയരത്തിലുള്ള ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ഇതുപോലെയുള്ള സയൻറ്റിഫിക്കായ സംവിധാനം കേരളം തന്നെ സൃഷ്ടിക്കണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം. വിദേശത്തു നിന്ന് കൊണ്ടുവരുന്ന സാധനമല്ല ഇവിടെയുള്ളത്. അതിനുള്ള കുട്ടികളുണ്ട്, അതിനുള്ള ബ്രെയിനി ടീം നമുക്കുണ്ട്. അതുകൊണ്ട് അവരുടെ സേവനം അടിയന്തരമായിട്ട്, കാരണം കുവൈറ്റിലെ നമ്മളിപ്പം കണ്ടല്ലോ, കേരളത്തിലെ കുറേ അധികം ആൾക്കാർ അവിടെ ജോലി ചെയ്ത് ആ ഫ്ലാറ്റിൽ ആ പുക പിടിച്ച് തീ പിടിച്ച് മരണപ്പെട്ട നമ്മുടെ സഹോദരങ്ങളെപ്പറ്റി നമ്മൾ ഓർക്കണം. അതേ രീതിയിലുള്ള കാര്യങ്ങൾ ഇവിടെ നടക്കും. കാരണം കേരളത്തിലെ എല്ലാ മുക്കിലും മൂലയിലും ഗ്രാമങ്ങളിലും ഫ്ലാറ്റുകൾ ഉയരുകയാണ്. അതുകൊണ്ട് അതിനുള്ള സാങ്കേതിക വിദ്യ ഒരു 10-20 നിലയുടെ അപ്പുറത്തേക്ക് പോയി രക്ഷപ്പെടുത്താനുള്ള സംവിധാനമൊന്നും ഫയർഫോഴ്സിനില്ല. ഇന്ത്യക്ക് എല്ലാ ഫയർഫോഴ്സിൽ ഉള്ള ഒരു വിങ്ങിനും ഇതിനുള്ള സംവിധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് കേരളം തന്നെ ഇത് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മാതൃക കാണിക്കണം. അതിനുള്ള അടിയന്തരമായ നടപടികളെ ഫയർഫോഴ്സും അതുപോലെ അതിൻ്റെ DGPയും സർക്കാരും ശ്രമിക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന.